ഹലോ ഗൈസ്, ഇന്നലെ ഒരു പൂതി തോന്നി ഇഡലി ഉണ്ടാക്കണമെന്ന്. ഇന്നലെ തലേദിവസം മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചു. നന്നായി മാവൊക്കെ പൊന്തി വന്നു കേട്ടാ. അങ്ങനെ ഇഡ്ഡലി ചെമ്പ് നാട്ടിൽ നിന്ന് വൈഫ് വരുമ്പോൾ കൊണ്ടുവന്നാ കേട്ടാ. മാവൊക്കെ ഒഴിച്ച് ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചുട്ടാ. അപ്പോൾ നമുക്ക് ഇനി ചട്നി ഉണ്ടാക്കല്ലേ. ഈ തേങ്ങാ ചട്നിക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, അതുപോലെ കുറച്ച് മുളക് പൊടി, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിട്ട് അടിക്കുക കേട്ടോ. ഏതാണ്ട് ഈ കളറാകുമ്പോൾ നിങ്ങളാണ്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മളെ ഇഡ്ഡലി റെഡി ആയി കിട്ടാ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയിട്ടാ. ഇത്ര സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നല്ല ആ ഇഡ്ഡലി ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ ചട്നി താളിക്കാൻ പോയിട്ടാ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, വേപ്പില ഇട്ടതിന് ശേഷം ഈ ഒരു ചട്നി അരച്ച് വെച്ചത് അവിടെ ഒഴിക്കുക. അധികം തിളയ്ക്കൊന്നും വേണ്ട, അപ്പം തന്നെ ഓഫ് ചെയ്യുക. അടിപൊളി ചട്നി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി നേരെ ഇഡ്ഡലി കഴിക്കാൻ പോയിട്ടാ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു ആ ചട്നിയും കൂട്ടി കഴിക്കാൻ. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.